ഹായ്, ഇന്ന് ഞാനുള്ളത് അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിലൂടെ ഞങ്ങൾ കപ്പലിൽ പോയ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഞങ്ങൾ ഷിപ്പ് ദൂരെ നിന്നൊരു ഐസ്ബർഗ് കിടക്കുന്നുണ്ട്, വലിയ ഒരെണ്ണമാണ്. ഷിപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. അത്ര ക്ലിയർ അല്ല, നല്ല ഫോഗാണ്, അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഞങ്ങൾ അന്റാർട്ടിക്കൻ സൈഡിലെ എലഫൻ്റ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്, ആ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, എലഫൻ്റ് ഐലൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ അവിടെ പെൻഗ്വിനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കതൊന്നും ക്ലിയർ അല്ല, വെതർ ഭയങ്കര മോശമാണ്, ഒന്നും ക്ലിയർ അല്ല, ഭയങ്കര ഫോഗിയാണ് ക്ലൈമറ്റ്. നല്ല വലിപ്പമുള്ളൊരു ഐസ്ബർഗ് തന്നെയായിരുന്നു അത്. ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഓപ്പൺ ഡെക്കുകളിലേക്ക് എത്തി. കാരണം ഇതൊന്നും മിസ് ചെയ്യാൻ പറ്റില്ലാത്ത കാഴ്ചകളാണ്. ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ചാൻസുകളിൽ ഒന്നാണല്ലോ ഇതും. അതുകൊണ്ട് തന്നെ തണുപ്പിനെ വകവയ്ക്കാതെ എല്ലാവരും തന്നെ ഓപ്പൺ ഡെക്കുകളിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഷിപ്പിലെ പാസഞ്ചേഴ്സ് എല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും പലതരത്തിൽ പോസ് ചെയ്തെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ 3 ദിവസമാണ് ഞങ്ങൾ അന്റാർട്ടിക്കയിലൂടെ ക്രൂയിസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2ാമത്തെ ദിവസത്തെ കാഴ്ചകളാണ്. ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളായിരുന്നു തൊട്ടു മുന്നേ കണ്ടത്, വലിയ ഐസ്ബർഗ് എല്ലാം. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ മലനിരകളിലെ വർഷങ്ങളോളം തണുത്തുറഞ്ഞു കിടക്കുന്ന ഈ വലിയ ഐസിനെ വിളിക്കുന്നത് ഗ്ലേസിയർ എന്നാണ്. അന്റാർട്ടിക്കയിലെ ഞങ്ങളുടെ ക്രൂയിസിൻ്റെ ഇടയ്ക്ക് ഇത്തരം ഒത്തിരി ഗ്ലേസിയർ കാണാൻ സാധിച്ചു. ഓരോ ഗ്ലേസിയറിനും ഓരോ പേരുകളുണ്ട്. ക്യാപ്റ്റൻ അത് അനൗൺസ് ചെയ്തിരുന്നെങ്കിലും ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നമുക്ക് കാഴ്ചയാണല്ലോ പ്രധാനം. Very, very important person, and then finally the crew members. So the more whales you caught, it was a piece rate business. You'd be better off. In the 1940s, go back with enough money in their pockets to buy a house. നല്ല കാറ്റും തണുപ്പും വകവയ്ക്കാതെയാണ് ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്തത്. കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഈ കാഴ്ചകളൊക്കെ ഇനി കാണാൻ പറ്റുമോ എന്നറിഞ്ഞുകൂടാ.
touch the rock like this. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചകളാണ്. മുന്നേ പറഞ്ഞതുപോലെ ഇന്നും നല്ല ശക്തമായ കാറ്റുണ്ടായിരുന്നു. കപ്പലിൻ്റെ മുന്നിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണിത്. ഇവിടെയെല്ലാം ഒത്തിരി പെൻഗ്വിൻ ഉണ്ടെന്നാണ് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തത്. പെൻഗ്വിൻ കൂടാതെ തിമിംഗലം, സീൽ, അങ്ങനെയുള്ള കുറേ വൈൽഡ് ലൈഫിനെ നമുക്ക് ഈ അന്റാർട്ടിക്കയുടെ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ഷിപ്പിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് മിക്കവരുടെയും കയ്യിൽ നല്ല വില കൂടിയ ക്യാമറ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം നന്നായിട്ട് സൂം ചെയ്ത് ഇവിടുത്തെ കാഴ്ചകൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മിക്കവരുടെയും കയ്യിൽ പെൻഗ്വിൻ്റെ ഫോട്ടോ എല്ലാം നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ അതെല്ലാം കാണിച്ചു തരികയുണ്ടായി. We're seeing now, of course, large chunks of ice, some very big bits. Those of you who went to my talk on icebergs will know that icebergs have to be of a certain size. We're obviously seeing growlers, and then sometimes where you're seeing a sort of scattering of pepper. ഇവിടുത്തെ കാഴ്ചകളെ പറ്റി എല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഷിപ്പിൽ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് ഈ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ഈ ഐസിൻ്റെ അടിയിൽ കറുത്തതായിട്ട് കാണുന്ന ആ പാറ പോലെയുള്ളത് അഗ്നിപർവ്വതം പൊട്ടി വന്ന് ഉറച്ച് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ ഐസ് മൂടിക്കിടക്കുന്നതെന്ന്. It's available as an audio book. I've been listening to that. I thought it was meticulously researched. 5 or 6 penguins on that iceberg, rather. Have you? Did they answer you? അങ്ങനെ ഞങ്ങളും കണ്ടു പെൻഗ്വിനെ. ആ ഐസ്ബർഗിൻ്റെ മുകളിൽ ചെറുതായിട്ട് കാണുന്നതെല്ലാം പെൻഗ്വിനാണ്. വെരി സ്മോൾ. തൊട്ട് മുന്നിൽ എന്തോ ഒന്ന് നീന്തുന്നുണ്ട്. അത് പെൻഗ്വിനാണോ സീലാണോ എന്ന് മനസ്സിലാകുന്നില്ല. നല്ല സ്പീഡിലായിരുന്നു അവ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നിനെയും കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് ഞാൻ വെയിലിനെ കണ്ടിരുന്നു, പക്ഷേ അതിൻ്റെയും ഫോട്ടോ ഒന്നും എടുക്കാൻ കറക്റ്റ് പറ്റിയില്ല. ചെറിയൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നീട് ഞങ്ങൾ കണ്ട ഒരു വലിയൊരു ഐസ്ബർഗാണിത്. ഏകദേശം ഞങ്ങളുടെ ഷിപ്പിനേക്കാളും പൊക്കം ഉണ്ടായിരുന്നു ഈ ഐസ്ബർഗിന്.
2 ചെറിയ പെൻഗ്വിൻ പോകുന്നതുണ്ടോ? അവർ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ കേട്ടോ. ഷിപ്പിൽ നിന്നും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഐസ്ബർഗിന്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഫോൺ വീഡിയോ സൂം ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ അല്ല ഒന്നും. അന്റാർട്ടിക്കയുടെ തീരങ്ങളിൽ കണ്ടുവരുന്ന തിമിംഗലങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ദൂരെ ഒരു ചെറിയ ഷിപ്പ് കാണാം. എക്സ്പെഡീഷൻ ക്രൂയിസ് നടത്തുന്ന ഷിപ്പുകളിലൊന്നാണത്. ഇത്തരം ഷിപ്പുകൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ കൂടുതൽ ഉള്ളിലേക്ക് പോയി കാഴ്ചകൾ കാണാൻ സാധിക്കും. മൂന്ന് ദിവസത്തെ അന്റാർട്ടിക്കൻ ക്രൂസിന് ശേഷം അന്റാർട്ടിക്കയോട് ഞങ്ങൾ ഇന്ന് വിട പറയുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ ഡ്രേക്ക് പാസേജ് വഴി കേപ്പ് ഹോണിലേക്കാണ് പോയത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കേപ്പ് ഹോൺ. അങ്ങനെ ഞങ്ങളുടെ അന്റാർട്ടിക്കൻ ക്രൂസ് ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.